വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫസ്റ്റ് ടൈം ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത് ഇന്നലെ ഗുരുവായൂർ അമ്പല നടയിൽ വെച്ചിട്ട് കൃഷ്ണഭക്തയും കപടഭക്തയും എന്നൊക്കെ വിളിപ്പേരുള്ള ജസ്ന സലീം എന്ന് പറയുന്ന ഒരു വ്യക്തിയും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പ്രിയ എന്ന് പറയുന്ന ഒരു വ്യക്തിയുമാണ്. പ്രിയ എന്ന് പറയുന്ന വ്യക്തി ജസ്ന സലീമിന്റെ വീഡിയോസിന് താഴെ അശ്ലീല കമന്റ് ഇട്ടു എന്ന് ജസ്ന ആരോപിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ശരിയായിട്ടുള്ളൊരു ആരോപണം തന്നെയാണ്. ഇതാണ് ആ കമന്റ്. പ്രിയ എന്നറിയപ്പെടുന്ന ഒരു സ്ത്രീയാണ് ഈ ഒരു കമന്റ് ഇട്ടിരിക്കുന്നത്. എത്ര ചീപ്പാണല്ലേ. പുറമേ നിന്നുള്ള ആൾക്കാർ നോക്കിക്കാണുന്ന സമയത്ത് എന്താ, കൃഷ്ണന്റെ ഫോട്ടോ വരച്ച് വിൽക്കാൻ വേണ്ടി ഗുരുവായൂർ അമ്പലത്തിൽ പോയ ഒരു സ്ത്രീ അത്രയും പവിത്രമായ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് മറ്റൊരു ഭക്തയുമായിട്ട് വഴക്കുണ്ടാക്കുന്നു. അത് സോഷ്യൽ മീഡിയ മുഴുവൻ ഏറ്റെടുക്കുന്നു. എന്നാൽ ഇതിനൊക്കെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ആരാണ് ഈ പ്രിയ എന്നറിയണം. നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇവര് ഹിന്ദുക്കളെ പറ്റിച്ച് പിഴിഞ്ഞ് ഊറ്റി പണമുണ്ടാക്കാനുള്ള ഒരു അഭ്യാസവുമായിട്ട് ഒരു വഴി കണ്ടുപിടിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഹിന്ദുക്കൾ ഇനിയും പൊട്ടന്മാരാവണോ എന്ന് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ആ ഗുരുവായൂർ അമ്പല നടയിലെ ഓരോ കടകളിലും കയറി നോക്കൂ. എത്ര ഭഗവാന്റെ എത്ര മനോഹരമായ ഫോട്ടോകളാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത്. ഗുരുവായൂർ അമ്പലത്തിൽ ആ ഒരു ചൈതന്യം ഉള്ള ഒരു ഫോട്ടോയാണ് ആ ഒരു കടകളിലൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. ആ ഫോട്ടോയ്ക്കില്ലാത്ത എന്ത് മഹത്തരമാണ് ഈ മഹതിയുടെ ഫോട്ടോയ്ക്കുള്ളത്. പിന്നെ ഇവർ മാംസാഹാരങ്ങളും മീനും ഒക്കെ ധാരാളം വീട്ടിൽ വാങ്ങി പാകം ചെയ്ത് വെച്ച് കഴിക്കുന്ന, അങ്ങനെ നമ്മൾ ഹിന്ദുക്കളെ പോലെ വൃത്തി, വെടിപ്പ്, ശുദ്ധി, വ്രതം ഇതൊന്നും നോക്കാത്ത ആൾക്കാരാണ് എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക. പിന്നെ ഏറ്റവും വലിയതായിട്ട് സ്ത്രീകൾക്കുണ്ടാവുന്ന മാസമുറയാണ്. ഈ സമയത്തൊക്കെ സകലത്തിലും പോയി തൊട്ടു തീണ്ടിക്കൊണ്ടുള്ള ഈ ഒരു ഫോട്ടോ വരയ്ക്കുന്നതിന് എന്ത് മഹത്വമാണ്, എന്ത് ശുദ്ധിയാണോ ഉള്ളത് എന്ന് ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾ ഗുരുവായൂർ അമ്പലനടയിൽ നിന്ന് ഫോട്ടോ വാങ്ങിച്ചോ? ഇത്തരം ഫ്രോഡുകളുടെ പണത്തിന് വേണ്ടി ആർത്തി പിടിച്ചിട്ടുള്ള ഹിന്ദുക്കളെ പറ്റിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഇത്തരം ഫ്രോഡുകളുടെ കപട ഭക്തകളുടെ വലയിൽ നമ്മൾ ഹിന്ദുക്കൾ വീഴരുത് എന്ന്. അല്ല പ്രിയ ചേച്ചി, എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ് നിങ്ങളോട്. ജസ്ന സലീം എന്ന് പറഞ്ഞൊരു സ്ത്രീ മാത്രമേ ഉള്ളൂ കേരളത്തിൽ അന്യമതത്തിൽപ്പെട്ട ഒരു ദൈവത്തിന്റെ ഫോട്ടോ വരയ്ക്കുന്ന മറ്റൊരു സമുദായത്തിൽപ്പെട്ട സ്ത്രീ എന്ന് പറയുന്നത്? ഇപ്പൊ ക്രിസ്ത്യൻസിന്റെ യേശുദേവന്റെ ചിത്രം വരയ്ക്കുന്ന ആൾക്കാരൊക്കെ ക്രിസ്ത്യൻസ് ആണോ? അതല്ലെങ്കിൽ നിങ്ങളുടെ മതത്തിൽ തന്നെ ഒരുപാട് ദൈവങ്ങളുണ്ട്, ഇവരുടെയൊക്കെ ഫോട്ടോയും വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നിങ്ങളുടെ മതത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയാണോ? അല്ലല്ലോ, അന്യമതത്തിൽപ്പെട്ട ആൾക്കാരും ഇല്ലേ? അവരൊന്നും ജസ്നനെ പോലെ മാർക്കറ്റ് ചെയ്യുന്നില്ല, പോലെ കോപ്രായങ്ങളൊന്നും കാണിച്ചിട്ടില്ല. അത് സത്യമാണ്. ശരിക്കും ആരാണ്, പ്രിയയാണോ അല്ലെങ്കിൽ ജസ്നയാണോ? മതത്തിന്റെ പേരും പറഞ്ഞ് അതിൽ വർഗീയ വേഷമൊക്കെ കുത്തിക്കയറ്റി ശരിക്കും വർഗീയത വളർത്താൻ ശ്രമിക്കുന്നത് ആരാണ്? ജസ്നയാണോ പ്രിയയാണോ? എനിക്ക് പേഴ്സണലി പ്രിയയാണെന്ന് തോന്നും. കാരണം പ്രിയ എന്ന് പറഞ്ഞൊരു വ്യക്തി ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു പ്രവൃത്തിയല്ല. ഈ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ്. പക്ഷെ ഇതിന് മുന്നേ പുള്ളിക്കാരത്തെയും ചെറിയൊരു യൂട്യൂബർ തന്നെയാണ്. എനിക്ക് നെയിം അറിയത്തില്ല യൂട്യൂബ് ചാനലിൻ്റെ. ഞാൻ ഇതിൻ്റെ മുന്നേ അവരുടെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ജസ്ന സലീമിനെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പ്രിയ എന്ന് പറയുന്ന സ്ത്രീ. സ്ഥിരമായി ജസ്ന സലീമിൻ്റെ ഫോട്ടോയ്ക്ക് നേരെയും അതുപോലെ തന്നെ ജസ്ന സലീമിന് വരയ്ക്കാൻ അറിയില്ല, ട്രേസ് എടുക്കുവാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് സ്ഥിരമായി ജസ്ന സലീമിനെ സൈബർ ആക്രമണം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ പ്രിയ എന്ന് പറയപ്പെടുന്ന ഈ ഒരു സ്ത്രീ. ഇവര് സ്ഥിരമായി ജസ്ന സലീമിന്റെ എല്ലാ വീഡിയോസിന് താഴെയും കമന്റ്സ് ഇടും. മോശപ്പെട്ട ഭയങ്കര അശ്ലീല ചൊവ്വയുള്ള കമന്റ്സ് ആണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു സ്ത്രീ എന്ന നിലയിൽ നമുക്ക് തന്നെ ദേഷ്യം വരും ആ ഒരു കമന്റ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ. അത്രയും മ്ലേച്ഛമായ രീതിയിലുള്ള കമന്റ്സ് ഇടുന്ന ഒരു സ്ത്രീയാണ് ഈ പ്രിയ എന്ന് പറയുന്ന സ്ത്രീ. കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഇന്നലെ നമുക്കറിയാം ശ്രീകൃഷ്ണ ജയന്തി ആയിരുന്നു. ആസ് യൂഷ്വൽ ജസ്ന സലീം കുറേ നാളുകൾ കൊണ്ട് കഷ്ടപ്പെട്ടിരുന്ന് വരച്ച, നമുക്കറിയാം ഇനി എന്ത് തന്നെ ട്രേസ് എടുക്കലാണെന്നോ ഇനി ജസ്ന സലീമിന് വരയ്ക്കാൻ അറിയില്ല എന്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാലും അത്രയും
കാർട്ടൂൺ ചിത്രം പോലെ ഉണ്ടെന്നൊക്കെ പറയുന്നു. എന്തെങ്കിലും ആയിക്കോട്ടെ, കാർട്ടൂൺ എങ്കിൽ കാർട്ടൂൺ. ആ കാർട്ടൂൺ ആയിട്ടുള്ള ഈ ഒരു ചിത്രം വരച്ചെടുക്കണമെങ്കിൽ സിമ്പിളായിട്ട് പറ്റുന്ന കാര്യമല്ല. അത്യാവശ്യം നല്ല എഫേർട്ട് എടുത്ത് ചെയ്യുന്നൊരു ജോലി തന്നെയാണ്. ആ ഒരു ചിത്രം സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ജസ്ന സലീം ഇന്നലെ ഗുരുവായൂർ അമ്പലത്തിൽ ചെന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവിടെ വെച്ചിട്ട് ഈ ഒരു ലേഡീനെ, ഈ പ്രിയ എന്നറിയപ്പെടുന്ന സ്ത്രീനെ ജസ്ന സലീം അവിടുന്ന് കാണാനിടയാവുകയും നിങ്ങളല്ലേ ഇന്നലെ എൻ്റെ വീഡിയോസിന് താഴെ അശ്ലീലമായിട്ട് കമൻ്റ് ഇട്ടേന്നൊക്കെ ചോദിച്ചിട്ട് ജസ്ന സലീമും അതുപോലെ തന്നെ ജസ്നേൻ്റെ കൂടെ സഹായിയായിട്ട് നിൽക്കുന്ന അരുൺ എന്നെങ്ങാനാണെന്ന് തോന്നുന്നു പേര്, എനിക്ക് കറക്റ്റ് അറിയില്ല, ആ ഒരു പുരുഷനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായ വാക്കേറ്റമാണത്. അത് നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം നിങ്ങൾക്ക് പേഴ്സണലി വല്ല വൈരാഗ്യമോ പേഴ്സണൽ റിവെഞ്ചോ വല്ലതുണ്ടെങ്കിൽ അമ്പലത്തിന് വെളിയിൽ പോയി തീർക്കുക. ഈ അമ്പലം എന്ന് പറയുന്നത് പവിത്രമായിട്ടുള്ള ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുകൾ ദൈവത്തെ പ്രാർത്ഥിച്ച് തൊഴുന്ന സ്ഥലമാണ് ഈ അമ്പലം എന്നുള്ളത്. അത്രയും പവിത്രമായ ഒരു സ്ഥലത്ത് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സണൽ റിവെഞ്ച് തീർക്കേണ്ട ഒരു സ്ഥലമല്ല. അതാദ്യം മനസ്സിലാക്കിയിരിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓഫ് കോഴ്സ് പുറത്ത് പോയിട്ട് നിങ്ങൾക്ക് വഴക്കുണ്ടാക്കുവോ, അടികൂടുവോ, തമ്മി തല്ലുവോ, ചാവുവോ, കുത്തിക്കൊല്ലുവോ, എന്ത് വേണേലും ചെയ്തോട്ടെ. അമ്പലത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ അമ്പലനടയിൽ വെച്ച് ചെയ്തത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നൊരു പ്രവൃത്തിയില്ല. കാരണം നിങ്ങൾ മാത്രമല്ല, അവിടെ ഒരുപാട് ഭക്തജനങ്ങൾ വരുന്നൊരു സ്ഥലമാണ് അല്ലേ. പിന്നെ ജസ്ന സലീമിന്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരി ശരിക്കും കൃഷ്ണഭക്തി ഒന്നുമല്ല. പുള്ളിക്കാരിൻ്റെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കൃഷ്ണൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കൃഷ്ണൻ്റെ അതാണ് ഇതാണ്, കൃഷ്ണഭക്തിയാണ്. ശരിക്കും കൃഷ്ണഭക്തി ഒന്നുമല്ല പുള്ളിക്കാരി. എപ്പോഴോ എന്തോ ഒരു ചിത്രം വരച്ച സമയത്ത് അത് ക്ലിക്കായിപ്പോയി. പുള്ളിക്കാരി അത് വെച്ച് മാർക്കറ്റ് ചെയ്യുന്നു. പല ആൾക്കാർക്കും പല മാർക്കറ്റിംഗ് തന്ത്രങ്ങളും ഉണ്ടാവും. അതുപോലെ ജസ്ന കൃഷ്ണന്റെ പേരിൽ മാർക്കറ്റ് ചെയ്യുന്നു, അത്ര തന്നെ ഉള്ളൂ. പക്ഷേ പുള്ളിക്കാരി ആ ഒരു പേരും പറഞ്ഞ് ആരെയും ഇൻസൾട്ട് ചെയ്യാനോ ഹേർട്ട് ചെയ്യാനോ തെറി പറയാനോ അതുപോലെ തന്നെ വസ്ത്രങ്ങൾ കുറച്ചിട്ടുള്ള മാർക്കറ്റിംഗ് ഒന്നും തന്നെ പുള്ളിക്കാർ ചെയ്യുന്നില്ല. മാന്യമായ രീതിയിൽ തന്നെയാണ് മാർക്കറ്റിംഗ് ചെയ്യുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ഒരു ചിത്രം വിൽപ്പനയുടെ പേരിൽ മത തീവ്രത വളർത്താൻ ശ്രമിക്കുന്നതായിട്ടൊന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. പുള്ളിക്കാരി ഒരു ചിത്രം വരയ്ക്കുന്നു, നല്ല എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് ആ ചിത്രം വരയ്ക്കുന്നത്, അല്ലാന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. പിന്നെ വരയ്ക്കുന്ന ചിത്രങ്ങളൊക്കെ സെയിം ആയി പോകുന്നത് പുള്ളിക്കാരി എന്തായാലും ട്രേസ് എടുക്കുന്നൊന്നുമല്ല. നമുക്കറിയാം മൈലാഞ്ചിയൊക്കെ ഇടുന്ന കുട്ടികളുണ്ടാവും, മുസ്ലിം കുട്ടികൾക്ക് നല്ല കഴിവുണ്ടാകും പ്രത്യേകിച്ചും. അപ്പം അതുപോലെയുള്ള ഒരു പെയിൻറ് ആർട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. ചിത്രകലേനെ പറ്റി എനിക്ക് വലിയ നോളജൊന്നുമില്ല, പക്ഷെ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുമല്ലോ. അക്രിലിക് പെയിൻറ്റോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ് പറയുന്നുണ്ടായിരുന്നത്. ഇനി എന്ത് തന്നെ ആയിക്കോട്ടെ, ഒരു പ്രാവശ്യം വരച്ചു, പിന്നെ അങ്ങനെ ഒരു 5-10 പ്രാവശ്യം അത് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക് അത് മനസ്സിൽ വരും. ആ ഒരു ഐഡിയ വെച്ചാണ് പുള്ളിക്കാരി എല്ലാ ഫോട്ടോസും വരയ്ക്കുന്നത് കൃഷ്ണൻ്റെ. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ഫോട്ടോസും സെയിം ആയിട്ടിരിക്കുന്നത്. പുള്ളിക്കാരി അത് വെച്ച് മാർക്കറ്റ് ചെയ്യുന്നു. കുറച്ച് ഫ്രണ്ട്സും ഉണ്ട് പുള്ളിക്കാരൻ്റെ ഹെൽപ്പിന് വേണ്ടിയിട്ട്. അത് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഫ്രണ്ട്സ് ആയി പോയത് പുള്ളിക്കാരൻ്റെ തെറ്റല്ല. ആ ഒരു പേരും പറഞ്ഞിട്ട് ആരും പുള്ളിക്കാരൻ നെഞ്ചത്തോട്ട് കയറാൻ പോകേണ്ട ആവശ്യവും ഇല്ല. കാരണം ഇപ്പം എല്ലാവർക്കും സെയിം മതവിഭാഗത്തിൽപ്പെട്ട ഫ്രണ്ട്സ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ അല്ലേ. ജസ്ന സലീം വരയ്ക്കുന്ന ഫോട്ടോസ് വാങ്ങാൻ ജനങ്ങളുള്ളത് കൊണ്ട് തന്നെയാണ് പുള്ളിക്കാരി പിന്നെയും ഈ ഫോട്ടോസ് വരച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ആരും വാങ്ങാനില്ലാത്തൊരു ഫോട്ടോ ആണെങ്കിൽ ആരെങ്കിലും പിന്നെയും അത് ഇത്രയും കാശ് ചിലവാക്കി വരയ്ക്കുകയോ ഇല്ല. അപ്പോൾ ഇനി പ്രിയേൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ പ്രിയ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അസൂയ കണ്ണുകടി എന്നൊക്കെ പറയും. ഇനി വല്ല പേഴ്സണലായിട്ട് വേറെ വ്യക്തി വൈരാഗ്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, അത് പ്രിയ തന്നെ പറയണം. പ്രിയ എന്ന് പറയുന്നൊരു വ്യക്തി നിരന്തരമായിട്ട് ജസ്ന സലീമിനെതിരെ വീഡിയോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് വീഡിയോസിൽ വന്ന് ആക്ഷേപങ്ങളൊക്കെ ഉയർത്തിയിട്ടുണ്ട്. ജസ്ന സലീമിന് വരയ്ക്കാൻ അറിയില്ല, ആദ്യമൊക്കെ പറഞ്ഞു മറ്റാരോ വരച്ചു കൊടുത്ത ഫോട്ടോ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞു ജസ്ന തന്നെ വരയ്ക്കുന്നതാണ്, പക്ഷേ മറ്റൊരാൾ വരച്ച ട്രേസ് അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടി ജസ്ന പെയിന്റ് അടിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ജസ്ന അങ്ങനെയല്ല, ഇത് ഞാൻ തന്നെ വരയ്ക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് ജസ്ന സലീം പുള്ളിക്കാരി ലൈവായിട്ട് വരച്ച് കാണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, എന്തോ ആട്ടെ. ജസ്ന സലീം എന്ന് പറഞ്ഞൊരു വ്യക്തി പ്രിയയോടോ പ്രിയയുടെ ബന്ധുക്കാരോടോ വീട്ടുകാരോടോ ആരോടെങ്കിലും വന്നിട്ട് എൻ്റെ ഫോട്ടോ വാങ്ങൂ എന്ന് പറഞ്ഞിട്ട് അപേക്ഷിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ വ്യക്തി വൈരാഗ്യം തീർക്കുന്ന ഒരു പെൺകുട്ടീനെ നെഞ്ചത്തോട്ട് കയറിക്കൊണ്ടിരിക്കുന്നത്? പല ആൾക്കാർക്കും പല മാർക്കറ്റിംഗ് തന്ത്രം ഉണ്ടാവും ബിസിനസ്സിൽ. അവനവൻ്റെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പല ബുദ്ധികളും എല്ലാവരും യൂസ് ചെയ്യും. അത് തന്നെയാണ് ജസ്ന സലീം ഇവിടെ ചെയ്തിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്നയല്ല വർഗീയത ഉണ്ടാക്കുന്നത്. ഈ പ്രിയ എന്ന് പറയപ്പെടുന്ന ലേഡിയാണ് വർഗീയ വിഷം കുത്തിവെക്കുന്നതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അവരുടെ ഓരോ വാക്കുകളിലും ഞാൻ ആദ്യം കാണിച്ചിട്ടുള്ള പ്രിയയുടെ വീഡിയോ ക്ലിപ്പിംഗ്സിൽ അത് വ്യക്തമാണ്. ബുദ്ധിയുള്ളവനാണേ മനസ്സിലാവും. അപ്പോൾ ദൈവത്തെ ഓർത്ത് നിങ്ങളുടെ പേഴ്സണൽ റിവെഞ്ച് തീർക്കേണ്ട ഒരു സ്ഥലമായിട്ട് സോഷ്യൽ മീഡിയാസിൽ നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക.
പിന്നെ ജസ്ന സലീമിനോട് പറയാനുള്ള മറ്റൊരു കാര്യമാണ്, നമ്മൾ ഇതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് ഇറങ്ങി നിൽക്കുന്നത് നമുക്ക് ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് വരും. ചിലപ്പോൾ തെറിവിളികളും അച്ഛനും അമ്മയ്ക്ക് വിളിയൊക്കെ കേട്ടെന്ന് വരും. അതൊക്കെ സഹിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ മാത്രം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുക. ഇനി നിനക്ക് കമൻറ്റ്സ് കാണണ്ട, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കമൻറ്റ്സ് വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യുക, ആ കമൻറ്റ് ബോക്സ് അങ്ങ് ഓഫ് ചെയ്യുക. അപ്പോൾ അവിടെ പ്രശ്നം തീർന്നിട്ടുണ്ട്. അതിൻ്റെ പേരും പറഞ്ഞ് ഒരു പവിത്രമായ സ്ഥലത്ത് വന്നിട്ട് വഴക്കുണ്ടാക്കുന്നതിനോടോ കയ്യാങ്കളി നടത്തുന്നതിനോടോ പേഴ്സണലി യോജിക്കാൻ പറ്റുന്നതല്ല. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.